ഹായ് ഫ്രണ്ട്സ്, അപ്പോഴത്തേ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ചേമ്പ് ഫ്രൈ ആട്ടോ. അപ്പം നിങ്ങൾ ആരൊക്കെ ചേമ്പ് ഫ്രൈ വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നും കൂടെ ഒന്ന് ഇടണം കേട്ടോ. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചേമ്പ് ഫ്രൈ കഴിക്കുന്നത്. അമ്മ പറഞ്ഞു അമ്മയുടെയൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു, അമ്മയുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറഞ്ഞു. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അമ്മയുടെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി തരുന്നതും. അപ്പം അമ്മ ആ ചേമ്പൊക്കെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടെണ്ണയിലിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കറിയാമല്ലോ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊന്നുമില്ല, ചേമ്പെടുക്കുക, തൊലി കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എടുക്കുക. സംഭവം എടുക്കുമ്പോഴേക്കും നമ്മൾ ഒടിക്കുമ്പോൾ ഒരു കിരികിരാന്നുള്ള ശബ്ദം കേൾക്കും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ. അതാണ് അതിൻ്റെ പരുവം. അതെടുത്ത് അത് ഈ ഒരു ലെവലിലെത്തുമ്പം എണ്ണയിൽ നിന്ന് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ ചാറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ചാറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചേമ്പിൻ്റെ അടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ മസാലയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഈ പാത്രത്തിന് ഒരു അടപ്പുകൊണ്ട് മൂടിയിട്ട് നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്കും എല്ലായിടത്തും മസാല എത്തും. അത് കേട്ട് എടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മസ്റ്റ് ട്രൈ ആണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.